അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. മകന്റെ ബെഡ്റൂമിൽ വാപ്പ കണ്ട ഒരു കാഴ്ച. വാപ്പാക്ക് മക്കളെന്ന് പറഞ്ഞാൽ ജീവൻ തുല്യമായി സ്നേഹിക്കുന്ന ഈ വാപ്പയുടെ പ്രത്യേക ഒരു ശൈലിയാണ്. തൻ്റെ മക്കള്, തൻ്റെ ഭാര്യ എന്ന് പറയുന്നത് വാപ്പയുടെ വലിയ പ്രതീക്ഷയായിരുന്നു. തൻ്റെ പിഞ്ചു മക്കളെ, ഭാര്യയെ കണ്ട് അവരൊക്കെ അഭിമാനത്തോട് അന്തസ്സോടു കൂടി എന്നെപ്പോലെ കഷ്ടപ്പെട്ടവരെ ജീവിക്കരുത്, ഇവരുടെ ജീവിതം മെച്ചപ്പെടുത്തണം, ആരുടെ മുമ്പിൽ തലകുണിക്കാതെ നല്ലൊരു ജീവിതം എൻ്റെ മക്കൾക്കും ഭാര്യയ്ക്കും പടുത്തുയർത്തണമെന്നുള്ള നല്ല ലക്ഷ്യത്തോടു കൂടി ആ വാപ്പ ചെറിയ പ്രായത്തിൽ തന്നെ വിദേശത്തേക്ക് പോയി. കഷ്ടപ്പെട്ടു, അധ്വാനിച്ചു എന്ന് പറഞ്ഞാൽ നല്ലോണം അധ്വാനിച്ചു. ഒരുപാട് പണം ഉണ്ടാക്കി. ആ ചൂടും വെയിലും ഒക്കെ കൊണ്ട് ആ ഉണ്ടാക്കിയ പണം കൊണ്ട് എനിക്ക് വാപ്പ ഉണ്ടാക്കിയ ഒരു മനോഹരമായ വീട് എന്ന് മക്കൾ അഭിമാനത്തോടു കൂടി നന്ദിയോട് കഴിയണമെന്നുള്ള ലക്ഷ്യത്തിൽ ആ മക്കൾക്കും ഭാര്യയ്ക്ക് വേണ്ട വളരെ മനോഹരമായ വീട്, ആ നാട്ടിൽ തന്നെ ഏറ്റവും വലിയ മനോഹരമായ വീട് നിർമ്മിച്ചു. വീടെന്ന് പറയുന്നത് ഓരോ മക്കൾക്ക് ഓരോ മുറികളാണ്. ഓരോ മുറികളിലും മക്കൾക്ക് വേണ്ടി എല്ലാം സൗകര്യങ്ങളും വളരെ കൃത്യമായി ആ മക്കൾക്ക് വേണ്ടി എല്ലാം ഒരുക്കി. ആ വീടിന്റെ കുടിയിരിക്കൽ പരിപാടി, ഗൃഹപ്രവേശനമൊക്കെ കഴിഞ്ഞു. ആ മക്കള് എല്ലാ സമയത്തും മനസ്സമാധാനത്തോട്, സന്തോഷത്തോട്, അഭിമാനത്തോട്, ആരുടെ മുമ്പിൽ തലകുണിക്കാതെ, കൈനീട്ടാതെ, യാചിക്കാതെ നല്ലൊരു ജീവിതം എൻ്റെ മക്കൾ നടത്തണം. അതിനുവേണ്ടി വിദേശത്ത് വല്ലാത്ത കഷ്ടപ്പെട്ട് കഠിനാധ്വാനം ചെയ്ത് ജോലി ചെയ്ത് ഒരുപാട് സമ്പത്തുണ്ടാക്കി. മക്കളുടെ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിലും എല്ലാത്തിനും വലിയ ശ്രദ്ധ നൽകിക്കൊണ്ട് അതിനുവേണ്ടി തനിക്കാകുന്ന എല്ലാം സമ്പത്ത് ചെലവഴിച്ച് ആ മക്കളെ വലുതാക്കിക്കൊണ്ടിരിക്കുക. മക്കൾ പഠിച്ചു വലുതായി. ഒരു മകൻ ഇപ്പോൾ 19 വർഷമാണ്. മൂത്ത മകളെ അധ്വാനിച്ച് കഷ്ടപ്പെട്ട് നല്ലൊരു ഇണയെ നോക്കി വിവാഹം കഴിപ്പിച്ചു കൊടുത്ത്, അങ്ങനെ വിവാഹത്തിലേക്ക് ആ മകൾ വിവാഹം കഴിഞ്ഞു. മറ്റൊരു മകൻ ഇപ്പോൾ വലുതായി, 24 വർഷം പ്രായമാണ്. ആ മകനിക്ക് വേണ്ടിയുള്ള വിവാഹം അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. നല്ലൊരു അത് കിട്ടിയാൽ വിവാഹം കഴിച്ചു കൊടുക്കണം. അങ്ങനെ മറ്റൊരു മകൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈയിടക്ക് ആ ഉപ്പാക്ക് തോന്നി, ഇനി കുറച്ചു കാലെങ്കിലും ആഫിയത്തോടു കൂടി കുടുംബത്തോടു കൂടി കഴിയണം. അങ്ങനെ തൻ്റെ ജോലിയും എല്ലാം നിർത്തി നേരെ നാട്ടിലേക്ക് വന്നു. നാട്ടിൽ വന്ന് തൻ്റെ ഭാര്യയോടും കുടുംബത്തോടും സന്തോഷത്തിൽ കഴിയണമെന്നുള്ള വലിയ ആഗ്രഹമായിരുന്നു ഉപ്പാക്ക്. അങ്ങനെ നാട്ടിൽ വന്ന് സന്തോഷത്തിൽ കഴിയുകയാണ്. ആ ഭാര്യയോടും മക്കളോടും ആ മക്കളുടെ സ്നേഹം പ്രകടനം, ആ മക്കളുടെ ഓരോ കാഴ്ചകൾ വാപ്പ ഇങ്ങനെ കണ്ട് വലിയ സന്തോഷിക്കുകയാണ്. കാരണം എൻ്റെ ഈ സമ്പത്ത് കൊണ്ട് മക്കളൊക്കെ വലുതായി വിദ്യാഭ്യാസം പഠിക്കുന്നുണ്ട്, ഒരു മകളെയൊക്കെ വിവാഹം കഴിച്ചു കൊടുത്ത് അവൾ നല്ല സുഖകരമായി അവിടെ ജീവിക്കുന്നുണ്ട്, പേരമക്കളുണ്ട്, വലിയ സന്തോഷത്തിലാണ്. അങ്ങനെ ഒരു ദിവസം രാത്രി വാപ്പ ഇങ്ങനെ കിടന്നുറങ്ങുകയാണ്. അർദ്ധരാത്രി സമയത്ത് മൊബൈലിലേക്കൊരു ഫോൺ നിരന്തരമായി വരുമ്പോൾ വാപ്പ എടുത്തു ചോദിച്ചാരാണ്. അപ്പോൾ അവിടെ നിന്ന് വിളിച്ചു പറയാണ്, ഇന്നാലിന്ന മകന്റെ വാപ്പയാണോ നിങ്ങൾ? അതെ, ഞാനാണെന്ന് പറഞ്ഞു. എന്നിട്ട് വല്ലാണ്ട് തെരികളാണ്. നിങ്ങൾ മകൻ പഠിപ്പിച്ച ബുദ്ധിയാണോ? നിങ്ങളെ ഒരുപാട് ഇതുവരെ തൻ്റെ ജീവിതത്തിൽ കേൾക്കാത്ത പലതും കേൾക്കാൻ സാധിച്ചു. സങ്കടപ്പെട്ടു. അയാൾ പറഞ്ഞു, എനിക്ക് നിങ്ങൾ പറയുന്ന അതേ പേരുള്ള എനിക്കൊരു മകനുണ്ട്, പക്ഷെ നിങ്ങൾ ഫോൺ വിളിച്ചത് മാറിയിരിക്കണം. കാരണം അങ്ങനെ ഒരു മകൻ എനിക്കില്ല, നിങ്ങൾ പറയുന്ന പോലത്തെ മകനില്ല. നിങ്ങളെ വീട്ടിലേക്ക് എൻ്റെ മകനോ അല്ലെങ്കിൽ നിങ്ങൾ പറയുന്ന സ്ഥലത്ത് എൻ്റെ മകൻ ഉണ്ടാകാൻ സാധ്യതയില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് ഈ നമ്പർ മാറിയതായിരിക്കണം, ഒന്നും കൂടി പരിശോധിക്കണം. മകൻ്റെ കോലങ്ങളൊക്കെ പറഞ്ഞു, അതെ നിങ്ങൾ പറയുന്ന പോലെ എനിക്കൊരു മകനുണ്ട്, പക്ഷെ അത് എൻ്റെ മകനാകാൻ സാധ്യതയില്ല എന്ന് പറഞ്ഞു. എൻ്റെ മകൻ നല്ല ഉറക്കത്തിലാണ്, കിടന്നുറങ്ങുകയാണ്. എൻ്റെ മകൻ ഫാൻ തിരിയുന്നുണ്ട്, എൻ്റെ മകൻ റൂമിൽ കിടന്നുറങ്ങുകയാണ്. നിങ്ങളുടെ ആ ഭാഗത്തേക്ക് എൻ്റെ മകൻ വരാൻ സാധ്യതയില്ല. അങ്ങനെ അയാൾ വല്ലാണ്ട് തിരി പറഞ്ഞു, ഫോൺ കട്ട് ചെയ്തു. അങ്ങനെ ഭാര്യയോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു, ഇങ്ങനൊരു ഫോൺ വിളിച്ചിരുന്നു മകനെക്കുറിച്ച്, പക്ഷേ മകൻ്റെ റൂമിലെ മകനുള്ളതായി തോന്നുന്നുണ്ട്, ഇതാരാണെന്ന്. അപ്പോൾ ആ ഉമ്മ പറഞ്ഞു, അങ്ങനെ സാധ്യതയില്ലല്ലോ, എന്നാൽ നമുക്കൊന്ന് നോക്കണം. അങ്ങനെ നേരെ പോയി മകൻ്റെ
റൂമിലേക്ക് പോകുമ്പോൾ പ്രിയമുള്ളവരെ വല്ലാണ്ട് വാപ്പ ഞെട്ടിപ്പോയി. കാരണം മകന്റെ റൂമിൽ മകനെ കാണാൻ സാധിക്കുന്നില്ല. പെട്ടെന്ന് അവർ വിളിച്ചു പറഞ്ഞു, നിങ്ങൾ ഇവിടെ എത്തിയില്ല എങ്കിൽ നിങ്ങളുടെ മകൻ നിങ്ങളുടെ കയ്യിലേക്ക് തിരിച്ചു കിട്ടൂല, നാം ഇവിടെ അടിച്ചു കൊല്ലും. നമ്മുടെ വീട്ടിലേക്ക് മോഷ്ടിക്കാൻ വന്ന മകനാണ് നിങ്ങളുടെ മകൻ. എൻ്റെ മകൻ മോഷ്ടിക്കാൻ കാരണമില്ല, കാരണം മകനിക്ക് മോഷ്ടിക്കേണ്ട ആവശ്യകതയില്ല. മകനിക്ക് വേണ്ട സമ്പത്തുണ്ട്, പണമുണ്ട്, എല്ലാം ഉണ്ട്. എന്തിനാണ് മകൻ മോഷ്ടിക്കണം? അങ്ങനെ പെട്ടെന്ന് അവർ പറഞ്ഞു, നിങ്ങളൊന്നും ചെയ്യരുത്, ഞങ്ങൾ അങ്ങോട്ട് വരാം. നേരെ അങ്ങോട്ട് പോയി. മകനെ ആ നാട്ടുകാർ അടിച്ചടിച്ച് ഒരു തരം ആ മകനെ ക്ഷീണിച്ചിങ്ങനെ നിൽക്കുന്ന ഒരവസ്ഥയാണ് കണ്ടത്. അപ്പാക്കുമ്മാക്ക് സങ്കടപ്പെട്ടു. അങ്ങനെ മകനെ താങ്ങി പിടിച്ച് അവരവരുടെ വണ്ടിയിൽ കയറ്റി. എന്താണ് എൻ്റെ മകൻ ചെയ്ത് തെറ്റെന്ന് ചോദിച്ചു. നിങ്ങളുടെ മകൻ മോഷ്ടിക്കാൻ വന്നത്. എന്ത് മോഷ്ടിക്കാനെന്നറിയോ? എൻ്റെ പൊന്നു മോളുടെ മാനം മോഷ്ടിക്കാനാവുന്നത്. എൻ്റെ കുടുംബത്തിൻ്റെ ഇസ്സത്ത് നശിപ്പിക്കാനാണ് നിങ്ങൾ എൻ്റെ മകൻ്റെ വീട്ടിലേക്ക് വന്നത്. ഇത് കേട്ട് സങ്കടപ്പെട്ടു. ആ വാപ്പാക്കും സങ്കടമാണ്. തൻ്റെ മകൾ കതക് തുറന്നു കൊടുത്തത് കൊണ്ടല്ലേ ആ മകൻ വന്നത്. ആ വാപ്പയുടെ സങ്കടം എത്ര നോക്ക്. ആ വാപ്പാക്കും ആ പൊന്നുമോനെന്ന് പറഞ്ഞാൽ ജീവനായിരിക്കില്ലേ. അങ്ങനെ മകനെ നേരെ കൊണ്ടുവന്ന് മകനോട് കാര്യങ്ങൾ അന്വേഷിക്കുമ്പോൾ ആ മകൻ്റെ ജീവിതം വളരെ മോശപ്പെട്ടതായിരുന്നു എന്ന് വാപ്പപ്പോഴാണ് അറിയുന്നത്. വാപ്പ വല്ലാണ്ട് സങ്കടപ്പെട്ടു. കാരണം ഞാൻ ഉദ്ദേശിക്കുന്നത് പോലെയൊന്നുമല്ല മക്കളുടെ ജീവിതം. മക്കൾ വളരെ മോശമായിട്ടുള്ള ജീവിതമാണ്. തീർച്ചയായും ഇത്തരത്തിലുള്ള മക്കള്, എൻ്റെ പ്രിയപ്പെട്ടവരെ, എന്തുകൊണ്ട് നമ്മുടെ മക്കളെ നാം അമിതമായി വിശ്വസിക്കുന്നു. അവരൊന്നും ചെയ്യൂല, ഒരു തെറ്റും ചെയ്യൂല എന്ന്. അങ്ങനെയുള്ള അമിതമായ വിശ്വാസമാണ് തീർച്ചയായും നമ്മുടെ മക്കള് ഇത്തരത്തിലുള്ള ബന്ധത്തിലേക്ക്, കാരണം അവരെ കുറിച്ച് ഒരു ശ്രദ്ധ കുറവ് നമ്മുടെ ഭാഗത്തുള്ളത് കൊണ്ട്. ആ വാപ്പയുടെ സങ്കടം എത്രയായിരിക്കും? തീർച്ചയായും മാതാപിതാക്കളുടെ തൃപ്തിയാണ് റിളാ റബ്ബി ഫി റിളാ വാലിദി വസഖത റബ്ബി ഫി സഖത്തൽ വാലിദി. മാതാപിതാക്കളുടെ തൃപ്തി ഉണ്ടെങ്കിലേ അള്ളാഹുവിൻ്റെ തൃപ്തി ഉണ്ടാവുകയുള്ളൂ. മാതാപിതാക്കളൊപ്പം അള്ളാഹുവിൻ്റെ കോപ്പം മാതാവിൻ്റെ കോപ്പത്തിലാണ് എന്നാണ് ഹദീസിലൂടെ പഠിപ്പിക്കുന്നത്. അതുപോലെ മുസ്തായ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, തലാസു ദഅവാത്തുൻ ലാ തറുദ്ദു ദഅവത്തുൽ വാലിദി അലാ വലദിഹി. മക്കളുടെ മേലെ മാതാപിതാക്കളുടെ ദുആ തീർച്ചയായും അള്ളാഹു തട്ടുകയില്ല എന്നാണ്. വാപ്പയുടെ സമ്പത്ത് അള്ളാഹുവിൻ്റെ അമാനത്താണ്. അതുകൊണ്ട് പാപ്പ ജീവിതം അമാനത്തിനെ വഞ്ചിക്കലാണ്. അള്ളാഹു റബ്ബ് സുബ്ഹാനഹു തആല ഇത്തരത്തിലുള്ള മക്കളുടെ അള്ളാഹു നമുക്ക് തന്ന മക്കളെന്ന് പറയുന്നത് വലിയ ഒരു അമാനത്താണ്. ആ മക്കൾ തന്നെ നാളെ പരലോകത്ത് ശത്രുവാകുന്ന ഒരവസ്ഥയുണ്ട്. ആ മക്കൾക്ക് കിട്ടേണ്ടത് കൃത്യമായി കിട്ടിയില്ലെങ്കിൽ, ആ മക്കൾ അമിതമായി വിശ്വസിച്ചാൽ, എൻ്റെ പ്രിയപ്പെട്ടവരെ, എത്ര മാതാപിതാക്കൾ സങ്കടപ്പെടുന്നുണ്ടെന്നറിയോ. അള്ളാഹു റബ്ബ് സുബ്ഹാനഹു തആല ആ കുടുംബത്തെ സൽസ്വഭാവികളാക്കി മാറ്റട്ടെ. നാം എല്ലാവരെയും അള്ളാഹു സച്ചരിതരായ സജ്ജനങ്ങളെ കൂട്ടത്തിൽ അള്ളാഹു ഉൾപ്പെടുത്തട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.